മംഗളവാർത്ത 3-ാം ഞായർ ലൂക്ക 1:57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. കർത്താവീശോയുടെ മുന്നോടിയായി വന്ന യോഹന്നാൻ്റെ പിറവിയാണ് ഇന്നത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ഒരു പ്രഭാതം ഉദയം ചെയ്യുന്നത് പോലെയാണത്. ഒരു പുതിയ ദിവസത്തെ പ്രഭാതം വിളംബരം ചെയ്യുന്നു. അതുപോലെയാണ് യോഹന്നാൻ കടന്നു വരുന്നതെന്ന് പ്രതീകാത്മകമായി പറയാം. ഒരു പകലിൻ്റെ മുന്നോടിയായിട്ടാണ് പ്രഭാതം പൊട്ടിവിടരുന്നത്. അതുപോലെ ഇരുവരെയും പ്രഭാതവും സന്ധ്യയുമായും ചിത്രീകരിക്കാം. യോഹന്നാൻ മുമ്പേ കടന്നു പോകുന്നു, പിന്നെ രാത്രിയെ കീഴടക്കാനായി പ്രഭാതം കടന്നു വരുന്നു. യോഹന്നാനാണ് സന്ധ്യയുടെ പ്രതീകം. അതിനുശേഷം കടന്നു വരുന്ന പ്രഭാതമാണ് കർത്താവിൻ്റെ പ്രതീകം. പ്രഭാതത്തിൽ കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് പുതുപ്പിറവിയുടെ പ്രതീകമാണ്, അതായത് പുനരുത്ഥാനത്തിൻ്റെ പ്രതീകം. യോഹന്നാൻ്റെ പിറവി അയൽവാസികളെല്ലാവർക്കും ഒരത്ഭുത വിഷയമായിരുന്നു. സഖറിയായിക്കും എലിസബത്തിനും അവരുടെ വാർദ്ധക്യത്തിൽ ലഭിച്ച പുത്രസൗഭാഗ്യം അവരെ അത്ഭുതപ്പെടുത്തി. അവർക്ക് ജനിച്ച ശിശു ഭാവിയുടെ വെളിപ്പെടുത്തലായി അവർ കണ്ടു. അവരുടെ ഭാവിയെ മാത്രം കണ്ടുകൊണ്ടല്ല ദൈവം അവർക്ക് സന്താനഭാഗ്യം നൽകിയത്. അതിനാൽ അവർ ചോദിച്ചു, ഈ ശിശു ആരായിത്തീരും? ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. വഴിയെന്ന് സ്വയം വിശേഷിച്ചവന് വഴിയൊരുക്കുവാനാണ് യോഹന്നാൻ കടന്നു വന്നത്. എല്ലാം വഴിയെ സംഭവിക്കേണ്ടവയായിരുന്നു. കർത്താവീശോയുടെ മുന്നോടിയെന്നറിയപ്പെടുന്ന യോഹന്നാൻ പിറന്നത് അവിടുത്തെ പിറവിക്ക് 6 മാസം മുമ്പെയാണ്. അങ്ങനെയും അദ്ദേഹം മുന്നോടിയായി. പിറവി കൊണ്ട് കടിഞ്ഞൂൽ പുത്രന് അവകാശപ്പെടാതെ പിന്നീട് അദ്ദേഹം പറഞ്ഞത്, പിന്നാലെ വരുന്നവന് വേണ്ടി വഴിയൊരുക്കുവാനാണ് താൻ വന്നത് എന്നാണ്. അതായത് വഴിയെന്ന് സ്വയം വിശേഷിപ്പിച്ചവന് വഴിയൊരുക്കുവാൻ. വഴിയാത്ര കഴിഞ്ഞ് വന്നവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുവാൻ പോലും താൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് സ്വയം താഴ്ന്നിറങ്ങിയവൻ. അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയവൻ. തനിക്ക് പിന്നാലെ വരുന്നവനെക്കുറിച്ചാണ് യോഹന്നാൻ എപ്പോഴും സാക്ഷ്യം നൽകിയിരുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്നും യോഹന്നാൻ തന്നെ വിശേഷിപ്പിക്കുന്നു. ഒരുവൻ പിന്നാലെ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാണ് എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അവൻ്റെ മുമ്പിൽ താൻ ചെറിയവനാണ്, കടന്നു പോകാനുള്ളവനാണ് എന്ന് യോഹന്നാൻ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എളിമയുടെ ഇരിപ്പിടമായ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ പിറവിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ സദ്വാർത്തയാകുന്നത്. അതിൽ മാതാപിതാക്കളായ സഖറിയായെയും എലിസബത്തിനെയും അറിയാവുന്ന എല്ലാവരും സന്തോഷിച്ചു. പ്രത്യേകിച്ച് ഫലം നൽകാത്തവളെന്ന് അവഹേളനാപൂർവം വിശേഷിക്കപ്പെട്ടിരുന്ന എലിസബത്തിന് മേൽ അവർ അനുഗ്രഹാശംസകൾ വർഷിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന പേരാണ് ജനിക്കാൻ പോകുന്ന ശിശുവിന് ദൈവം മുൻകൂട്ടി നൽകിയത്. യോഹന്നാൻ എന്ന പേര്. ആ പേരിൻ്റെ അർത്ഥം ദൈവം കാരുണ്യവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ ഫലമെന്നാണ്. യഹോവ എന്ന പേരും അനുഗ്രഹം എന്ന വാക്കും സമന്വയിച്ചാണ് യോഹന്നാൻ എന്ന പേരുണ്ടായത്. നമ്മുടെ ഓരോരുത്തരുടെയും പേരും ദൈവകരുണയുടെ പര്യായമല്ലേ? ആഗമനകാലത്തിൻ്റെ 3-ാം ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മിലുണ്ടാകേണ്ടത് വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷയും ഒപ്പം വളരുന്ന സന്തോഷവുമാണ്. പ്രതീക്ഷ എന്നത് വിടരുന്ന ഒരു പൂ പോലെയാണ്. സൗരഭ്യവും സൗന്ദര്യവും വെളിവാകുന്നത് വിടരുന്നതിലൂടെയാണ്. ജീവൻ്റെ ഏറ്റവും നവ്യവും മൃദുലവുമായ സ്വഭാവം വെളിപ്പെടുത്തുന്നതും അങ്ങനെയാണ്. ക്രിസ്തുമസ് അങ്ങനെ പൂർണ്ണ വസന്തത്തിൻ്റെ വെളിപ്പെടുത്തലാകുന്നു. എവിടെയും വിടർന്നു നിൽക്കുന്ന പൂക്കൾ, എല്ലാറ്റിനെയും സുന്ദരമാക്കുന്ന ആവിഷ്കാര ഭംഗി, എല്ലാവരിലും എത്തുന്ന സദ്വാർത്തയുടെ നറുമണം. പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയോടൊപ്പം എല്ലാ ചെറുജീവിതങ്ങൾക്കും മൃദുലമായ സാന്നിധ്യവും തലോടലും ലഭിക്കുന്നു. അതാണ് ക്രിസ്മസ്. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരു പുതുപ്പിറവി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് സാധിക്കുമെന്നുള്ള ഉറപ്പാണ് പിറവി തിരുനാൾ നമുക്ക് നൽകുന്നത്. അതിനൊരു കാത്തിരിപ്പ്, ആയിത്തീരുവാനുള്ള കാത്തിരിപ്പ് ആവശ്യമാണ്. അതാണ് ആഗമനകാലത്തിൻ്റെ കടന്നു പോകുന്ന ദിവസങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഒരുപാട് ചിന്തകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. മറിച്ച് ഹൃദയം സ്വയമേ ജനിപ്പിക്കുന്ന വികാരങ്ങളാണ് ഉള്ളിൽ ഉരുത്തിരിയേണ്ടത്. നമ്മുടെ ശരീരബദ്ധമായ ചുറ്റുപാടുകൾ, അവിടെ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, എവിടെയും എല്ലാവരും
എല്ലാ ജീവജാലങ്ങളും തേടുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ ഇറങ്ങിപ്പുറപ്പെടൽ, ആയിത്തീരലിനു വേണ്ടിയുള്ള അഭിവാഞ്ച, അത് സാധ്യമാകുമെന്നുള്ള പ്രത്യാശ, പിന്നെ അവാച്യമായ ഒത്തിരി കാര്യങ്ങൾ. അവയെല്ലാമാണ് ഹൃദയത്തെ തരളിതമാക്കുന്ന വികാരങ്ങൾ. അവയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ സന്നദ്ധതയും ശാന്തതയും ആയിരിക്കട്ടെ ആഗമനകാലത്തെ അതിൻ്റെ പരിപൂർത്തിയിലേക്ക് നയിക്കുന്നത്. ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നതും അതുതന്നെയാണ്. ആഗമനകാലം 3-ാം ഞായറാഴ്ചയുടെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.